ഗൈസ്, നമ്മളിപ്പോൾ കർണാടകയിലാണ്. കർണാടകയിൽ പുതിയൊരു ട്രക്കിങ്ങിലേക്കുള്ള യാത്രയിലാണ്. കുറിഞ്ഞാൽ ട്രക്ക്. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ, മൺസൂണൊക്കെ ആയിട്ട്. അവനൊക്കെ കാഴ്ചകൾ കണ്ടാലോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളിതാ ചെക്ക് പോസ്റ്റിൽ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ജീപ്പിലേക്ക് കയറാൻ പോവാട്ടോ. നല്ല മഴയായി തുടങ്ങി. ജീപ്പ് മഴയായാലും കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഹെവി മഴയാണ് ഇവിടെ. ഇതായിട്ടോ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് അല്ല, ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യണം. കേൾക്കാം. നമ്മൾ എത്തിയിരിക്കുന്നത് കുതിരമുഖ് നാഷണൽ പാർക്കിലെ ഭഗവതി നേച്ചർ ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഭഗവതി നേച്ചർ ക്യാമ്പ് ഇവിടെ നിന്നാണ് നമ്മളെ കുറിഞ്ഞാൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കുറിഞ്ഞാൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുതിരമുഖ് നാഷണൽ പാർക്കിലെ ഒരു അടിപൊളി ട്രക്കിംഗ് ആണ് കുറിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു മഴ ദിവസമാണ്, മൺസൂൺ ട്രക്കിംഗ് ആണ്. നമ്മളൊരു 8 അംഗ സംഘമാണ് വന്നത്. എല്ലാവരും ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ട്രയലിലേക്ക് കയറി കഴിഞ്ഞു. ഇനി ഒരു അടിപൊളി ട്രക്കിംഗ്. നമ്മളിതാ കുറിഞ്ഞാൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു വൺ സൈഡ് തന്നെ 7 കിലോമീറ്ററോളം ട്രക്കിങ്ങാണ്. ഒരു 4 കിലോമീറ്ററോളം നമുക്ക് പോകാനുള്ളത് ഇതാ ഫോറസ്റ്റിലൂടെയാണ്. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഫുള്ള് പച്ചപ്പും കോടയും പിന്നെ അട്ടയും മുക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ഗൈഡ് ഉണ്ട് നമ്മുടെ ഒപ്പം. നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങാണ്. അടിപൊളിയാ ഒരു പാലമുണ്ട് കേട്ടോ. ഇവിടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ട ആദ്യത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ആ ഭാഗമൊക്കെ നോക്കില്ലേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ റിവറും ഈ പാലൊക്കെ കാണാൻ നല്ല രസമാട്ടോ. വീഡിയോയിലൊക്കെ അതിൻ്റെ പകുതി ഭംഗിയേ ഉള്ളൂ, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നമുക്കതാ ഇവിടുന്ന് ഇനി കുറേ ദൂരം നടക്കാണ്ട്. 7 കിലോമീറ്ററോളം വൺ സൈഡ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടക്കാൻ തുടങ്ങി. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. മുടി പോലെ ഉണ്ട്. നമ്മൾ 8 പേര് ഇങ്ങനെ കാടിനകത്തൂടെ വരിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മഴ ഒന്നും മാറി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് സുഖമായ നടത്താം കേട്ടോ. കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു മൺവഴിയാണ് കേട്ടത്. പക്ഷേ വീതിയുള്ള നടക്കാൻ പാകത്തിനുള്ള വഴി കേട്ടോ. നടക്കുന്ന വഴി കംപ്ലീറ്റ് കോട മൂടിയിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ് നാനീഷ്. ഓക്കെ, സൂക്ഷിച്ച് നടക്കണം. വഴിയൊക്കെ കുണ്ടും കുഴിയുള്ള വഴികളാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ആകെ മരം വീണ് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതിനുള്ളിൽ കൂടെ കടന്നു വേണം പോവാൻ. അയ്യോ മാൻ, ഡേഞ്ചറസ്. കാട് നോക്കിയേ, എന്തോരം വലിയ വള്ളികളാ. ആകെ കോട മൂടി അന്തരീക്ഷം കേട്ടോ. പക്ഷെ നിറയെ അട്ടയുണ്ട് ഇവിടെ. ഹെവി അട്ട സ്പോട്ടാ. നമ്മൾ നടന്നു ചെല്ലുന്ന കാട് കണ്ടോ, ചുറ്റും കോട മൂടിയിരിക്കുക കേട്ടോ. ഓ, മഞ്ഞ് മൂടിയ നട്ടിക്കോടെ നടക്കുമ്പോൾ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, വലിയ കയറ്റമൊന്നുമില്ല. ഇതിലൂടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു കാടിലൂടെ നടന്ന ഫീലാണ്. നമ്മൾ ഈ ചെല്ലുന്ന വഴി നോക്കിയേ, ആകെ മൊത്തം മരങ്ങളൊക്കെ വീണ് കിടക്കാം കേട്ടോ. റിസ്കി പാത്താണ്, സൂക്ഷിച്ച് നടക്കണം. ഭയങ്കര ഭംഗിയുള്ളൊരു കാടാട്ടോ ഇത്.
നമ്മളൊരു സിനിമയിലേക്കൊക്കെ കയറി ചെന്നൊരു ഫീലാണ്. കോടയൊക്കെ മൂടി ദാ ഈ മരങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതാ ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ മെല്ലെ നീങ്ങുക. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്താ, നമ്മളിപ്പോ കൊടും കാടിനകത്താണ് നടക്കുന്നത്. നമ്മളല്ലാതെ വേറെ ആരുമില്ല, നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കാം, പാറി പറന്ന്. 3 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മുടെ കുറിഞ്ഞാൽ ട്രക്കിൻ്റെ. എന്തൊരു സൂപ്പർ കാടും ക്ലൈമറ്റാണ് നോക്കിയേ. നമ്മുടെ ഗ്രൂപ്പ് നടക്കുന്ന ഇത് വഴി കൂടിയാണ്, ഫുള്ള് കോട കേട്ടോ. കോട നിറഞ്ഞ ഈ കാടിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് ഫീൽ ആട്ടോ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. തിരിച്ചറിയാൻ പറ്റില്ല മഴയാണോ പെയ്യുന്നതിന് കാറ്റാണോ വരുന്നതെന്ന്. ഓ രീതിക്ക് വെള്ളം ഒഴുകുന്ന വഴികളാട്ടോ അതൊക്കെ. മഴയാകുമ്പോൾ നന്നായി വെള്ളം വരും. ഓ എന്താ ഒരു ട്രയൽ നോക്കി. നമ്മുടെ കുറിഞ്ഞാൽ പീക്കിലെ ട്രക്കിങ്ങിലെ വഴികളാണ് കേട്ടോ. അത് കോട മൂടിയ വഴികളാണ്. ചുറ്റും മരങ്ങളാ. മരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. വെള്ള കോട മൂടി അങ്ങനെ നിൽക്കാണ് കാട്. വഴികൾ ഫുള്ളിങ്ങനെ ബ്ലോക്കാട്ടോ. കാരണം നല്ല കാറ്റ് വീശുന്നുണ്ട് ഈ കാട്ടിൽ. അപ്പോൾ ചില്ലകളും മരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞ് വീഴും. ആരും എടുത്ത് മാറ്റാനൊന്നുമില്ല, നമ്മുടെ സൈഡിൽ കൂടെ അങ്ങ് വഴി ഉണ്ടാക്കി പോവുക. മരങ്ങളൊക്കെ ഇങ്ങനെ വീഴും. പോകുന്ന വഴിക്ക് കാട് മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാട്ടരുവികളും കുറേ ഉണ്ട്. മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഇതാ കാറ്റത്തൊക്കെ ഒത്തിരി മരങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുഞ്ഞും ചാടിക്കടന്നും ഒക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്ത് രസമാണല്ലോ ഈ ഒരു യാത്ര. കാടും കാട്ടുവഴിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും വരേണ്ട ഒരു സ്ഥലം കേട്ടോ അത്. ഞാൻ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കോട മൂടിയ മരങ്ങളൊക്കെ ഉള്ള ഈ വഴിക്കൂടെ ഇങ്ങനെ നടക്കാം. അതെ, കാട് കടന്ന് നമ്മൾ പുറത്തെത്തിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി സ്പ്ലിറ്റ് ആവുകയാണ്. ഇവിടേക്ക് ആരോ മാർക്കുണ്ട്. ഈ വഴി പുൽമേടുകളിലേക്ക് കയറ്റായിരിക്കും. ഇനി 5 കിലോമീറ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. KP കുറിഞ്ഞാൽ പീക്ക് ഇവിടേക്കുള്ള നടത്തം തുടങ്ങുകയാണ്. ഇനി 2 കിലോമീറ്ററോളം നമ്മൾ പുൽമേടുകളിലൂടെയാണ് സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങൾ കയറാൻ പോകാം കേട്ടോ. ഇനിയിപ്പോൾ കാട് കഴിഞ്ഞു, പുൽമേടുകൾ തുടക്കായി. ഇവിടെ എല്ലായിടത്തും അട്ടയുണ്ട് കേട്ടോ. അവന്മാരെ പേടിച്ചിട്ട് വേണം ഈ ഒരു യാത്ര നടത്താൻ. കോട അടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ. കാറ്റും രക്ഷയില്ല, കോടയും കാറ്റും. ഞങ്ങൾ ഏകദേശം ഒരു പീക്കിന്റെ താഴത്താണുള്ളത്, കുറിഞ്ഞാൽ പീക്കിന്റെ തൊട്ട് താഴെയായിട്ടാണുള്ളത്. ഇത് പീക്ക് ഞങ്ങളെ ബാക്കിൽ കാണാം. കോട മൂടി നിൽക്കുകയാണ്, അങ്ങനെ വ്യൂ കിട്ടില്ല. പക്ഷെ ഭയങ്കര കാറ്റും ഭയങ്കര ഒരു ഫീൽ ആംബിയൻസ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഓ ഇനി പീക്ക് കയറാം. കോട വെച്ചാൽ കാറ്റ് അറിയാം. കാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പീക്ക് കയറുന്നത്. സൈഡിലൊക്കെ പോകുന്ന ഇവിടേക്ക് നല്ല കൊക്കുണ്ട് കേട്ടാ. ഇനി കയറ്റം കേട്ടോ, നല്ല കയറ്റമാണ്. ഫുള്ള് പച്ച പുല്ലിങ്ങനെ നിൽക്കുന്ന മലനിര കേട്ടോ. നടുക്കൂടെ മേലേക്കുള്ളൊരു വഴി, അതിങ്ങനെ നമ്മൾ കയറുക, പീക്കിലേക്ക് എത്തും. ചുറ്റും കോട. കാറ്റടിക്കുമ്പോ നല്ലൊരു സുഖം. ഈ കാട്ടിനുള്ളിൽ നിന്നാട്ടോ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ
മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കോടയ്ക്ക് എന്ത് ജാതി കോടയാ മക്കളെ, കോട അടിച്ച് കണ്ണൊന്നും കാണാൻ വയ്യ. പോകുന്ന വഴികൾ തന്നെ ആകെ കോട മൂടി, കോടനുള്ളിലേക്കാണ് നടന്നു പോകുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, മഴയില്ല. ഞാനിപ്പോൾ കുറിഞ്ഞാലിൻ്റെ സമുദ്രത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ മക്കളെ, അജാതി കാറ്റടിച്ചിട്ടാണ് കയറുന്നത്. കാറ്റ് പറഞ്ഞാൽ കൂടെയില്ല. ക്ലൈമറ്റ് മക്കളെ. കുറിഞ്ഞാൽ പീക്കിലേക്കുള്ള ലാസ്റ്റ് ഒരു 100 മീറ്റർ ക്ലൈംബ് ആട്ടോ അത്. കുറച്ച് പാറകളൊക്കെ തന്ന ഏരിയയാണ്. പിടിച്ച് കയറണം, വലിയ പാറകളാണ്. കുറച്ച് എത്തിപ്പിടിച്ചൊക്കെ കാണാൻ കയറാൻ. പക്ഷേ ഇതേ ടോപ്പിലേക്ക് എത്തി. ഓ, മഞ്ഞിൻ്റെ മുകളിൽ കാണുന്നില്ലേ ടോപ്പ്. ഉരുളം കല്ലുകളാ. മുകളിലെത്താറായപ്പോഴേക്കും ഞാൻ അത്യാവശ്യം ടയേർഡായി. അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത്. കുറിഞ്ഞാലിൻ്റെ ടോപ്പിലാണ് കേട്ടോ ഞങ്ങൾ. കുറിഞ്ഞാൽ പീക്ക് ടോപ്പ്. അവിടെ മൂടി നിൽക്കുക കേട്ടോ. ഓ, ഒന്നങ്ങോട്ട് ലൈറ്റ് അടിച്ച് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറിഞ്ഞാൽ പീക്കിൻ്റെ ടോപ്പിലുള്ള കാഴ്ച കേട്ടത്. കാത്തിയുടെ നിമിഷം പീക്ക് തെളിഞ്ഞു തുടങ്ങി. ഗായ്സ്, നമ്മളിപ്പോൾ കുറിഞ്ഞാൽ പീക്കിൻ്റെ ടോപ്പിലാണ് കേട്ടുള്ളത്. എൻ്റെ ബാക്കിലാണ് പീക്ക് തെളിഞ്ഞു തുടങ്ങി. പക്ഷേ വെയിലുണ്ട്, നല്ല കാറ്റും കോടയും വീശുന്നുണ്ട്. കാഴ്ച നോക്കിയേ, ഫുള്ള് പാറക്കെട്ടുകളാട്ടോ അതിൻ്റെ ടോപ്പിൽ. നമ്മളതിൻ്റെ മേലെ കയറി നിൽക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ കുറിഞ്ഞാൽ പീക്കിലാണ്. നമ്മൾ ഒരു 7 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് കേട്ടോ. ഇവിടെ ക്ലൈമറ്റ് അടിപൊളിയാണ്. മെയിനായിട്ട് പറയേണ്ടത് കാറ്റാണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇതാ നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ഈ പീക്ക്. ഇതിപ്പോ കോടയിൽ മൂടി ഇങ്ങനെ നിൽക്കാണ്. ഇങ്ങനെ കോട മാറി തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ബൈ. ശരിക്കും പറഞ്ഞ ഈ ട്രക്കിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴുള്ള വ്യൂവിനേക്കാളും ഇതിലേക്ക് പോകുന്ന ആ ഒരു വഴിയും പിന്നെ ഈ ഒരു ക്ലൈമറ്റും അതിനാണ് ഏറ്റവും ഭംഗി. നമ്മളിപ്പോൾ കുറിഞ്ഞാലിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. കോട തെളിഞ്ഞു വരാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെല്ലാവരും. നമ്മൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ വ്യൂ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ഭാഗ്യമാണ്. അന്നത്തെ ഒരു ക്ലൈമറ്റ് അതിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഭാഗ്യം. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ഭാഗ്യപരിഷ്ടത്തിന് നിൽക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് നമുക്കത് കിട്ടി. അതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. കുറിഞ്ഞാൽ പീക്കിൽ വെച്ചിട്ട് ഒരു പുളിയോദര അങ്ങനെ കഴിക്കുക. സെറ്റ്. ഞങ്ങൾ കുറിഞ്ഞാൽ പീക്കിലോട് വിട പറയുകയാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്. നല്ല മഴ പെയ്ത് കഴിഞ്ഞു. ആകെ കോട മൂടി, കോട തെളിഞ്ഞു, പിന്നെ കോട മൂടി. നമ്മളിനി ഈ പീക്കിൽ നിന്ന് റിട്ടേൺ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് പീക്കിലൊരു മഴ പെയ്ത് തുറന്നപ്പോഴുള്ള അവസ്ഥയാണിത്. നല്ല കാറ്റും കോടയും തണുപ്പും ചുറ്റോടും കൂടെ. നമ്മളിവിടെ ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് ആരും കാണും. നല്ല കോട, കോട മൂടിയ ട്രയൽ. ഈ പാറക്കെട്ടുകളൊക്കെ തിരിച്ചിറങ്ങി വേണം പോവാൻ. എന്തൊരു കാറ്റ്. ബൂബു നീ പോയാ? തിരിച്ചിറങ്ങും വഴികൾ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഫുള്ള് പാറകളും സെങ്കുത്തായ ഇറക്കങ്ങളുമാണ്. അതിന് പുറമെ ഇത് പുൽമേടാണ്, പക്ഷേ ഇവിടെ അട്ടയുണ്ട്. അപ്പോൾ അത് ഒരു റിസ്ക്കാണ്.
നമുക്ക് ഇറങ്ങാൻ അത്രയും കഷ്ടപ്പെട്ട് വേണം ഇറങ്ങാൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ അട്ട കയറും, അല്ലെങ്കിൽ തെന്നി വീഴും. നമ്മളെ വന്ന വഴിക്കോട്ടല്ല കേട്ടോ റിട്ടേൺ പോണത്. നമ്മുടെ വഴി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു മരങ്ങൾക്കിടയിലൂടെ ഒരു നിഗൂഢതയിലൊക്കെയാണ്. തിരിച്ചിറക്കം ഫുള്ള് ഷോർട്ട് കട്ട് കേട്ടോ. ഇതിലൂടെ കറക്റ്റ് വഴി ഉണ്ട് വേണമെങ്കിൽ, പക്ഷേ ഇവന്മാർ ഈ കാടും കുന്നിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് ഷോർട്ട് അടിച്ചിട്ടാണ് കൊണ്ടുപോകുക നമ്മളെ. രസമാണ് കേട്ടോ, പക്ഷേ മഴയത്തെ റിസ്ക് ഉണ്ട്. അനുസരിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ വാ. പക്ഷികൾ മാത്രമേ ഉള്ളൂ. നാഷണൽ പാർക്കിൽ ഒരു മല ഉള്ളതുകൊണ്ട് മാത്രമേ ശരിക്കും മൊത്തത്തിലുള്ളപ്പോഴല്ലേ ഇങ്ങനെ ഒരു ഇതാക്കുക. മണ്ണില്ലാതെ മരങ്ങൾ മൊത്തം വലിയ വേരുകളോട് നിൽക്കുക കേട്ടോ. ഒരു ഹൊറർ ഫീലാട്ടോ ഈ കാട് മൊത്തം. ഒരു വിജൃംഭിച്ച കാട്. അപ്പോൾ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കാടും അവിടുത്തെ കാഴ്ചകളും കോടയൊക്കെ കണ്ട് മെല്ലെ കാടിറങ്ങി നാട്ടിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ലൊക്കേഷനാട്ടോ. കാടൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മൺസൂണിൽ നിങ്ങൾ കർണാടക പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാട്ടുവഴികളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കുറിഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമ്മളിത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി നമ്മുടെ സ്റ്റേയിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് ഇത് കാണുന്നത്. നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് എന്തായാലും അടിപൊളിയായിരുന്നു. ആൾ നല്ല കട്ട സപ്പോർട്ടൊക്കെ ആയിരുന്നു. എല്ലാവരും ജീപ്പിൽ ചെറിയ ഓഫ് റോഡിൻ്റെ കുലുക്കത്തിലങ്ങനെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ടായ കാരണം എല്ലാവരും ചെറുതായിട്ട് ടയേർഡായിട്ടുമുണ്ട്. ഇനി നമുക്ക് തിരിച്ച് റൂമിലെത്തിയിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റാവണം. നമ്മളിതാ കർണാടകയിൽ കണ്ടതാണ്. എന്ത് രസമല്ല ഇത് കാണാൻ. ശരിക്കും നമ്മൾ വാൾപേപ്പറിലൊക്കെ കാണുന്നൊരു ഇമേജ് പോലെയാണ്. വീഡിയോയിൽ അത്രയും ഭംഗി അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ടതാ ഫുള്ള് മലനിരകൾ, അതിന് നടുക്കെ കൂടെ വരുന്നൊരു നദി. അപ്പോൾ ഈ ലൊക്കേഷനുകളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ട്രാവൽ കാഴ്ചകളൊക്കെ കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു ഭാഗം കണ്ടോ, ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കലങ്ങിയ വെള്ളമാണ് വരുന്നത്. അതിതാ അവിടെ വെച്ചിട്ട് മിക്സ് ആവും. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും പ്യുവർ വാട്ടറായിട്ടാണ് പോകുന്നത്. ആ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ വട്ടം ചുറ്റുണ്ട്. ഇവിടെ ചുടിയുണ്ടെന്നും സംശയമുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മൾ തിരിച്ചെത്തിയിട്ട് ഇവിടെ നല്ല ചൂട് ബജ്ജൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട്